Welcome to the lectures of surveying. Now in this lecture we are going to discuss about the calculation of area. Calculation of area can be measured, or area of a land can be measured. First one based on the measurement from field. Second one based on the measurement from map, and third one mechanical method. So these are the methods that is used for calculation of the area. So in this, the first one, that is measurement from field, this is the most commonly used method. Okay, and from map, this is used for a large area. And mechanical method, in this method we are using one instrument called planimeter for the calculation of area. Okay, so in this lecture mainly we have to discuss the first method, that is based on the measurement from field. And based on the measurement from field, we have a lot of methods, and out of which the first one is by dividing the entire area into number of triangles, and the second one is by offset to baseline. And these are the methods that we have to discuss. So first of all, by dividing the area into a number of triangles. See, അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ലാൻഡ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇഫ് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പാണെന്ന് വിചാരിക്കാം, ഇങ്ങനൊരു ഷേപ്പാണ്. അപ്പോൾ ഇതൊരു റെഗുലർ ഷേപ്പ് അല്ല. അപ്പോൾ റെഗുലർ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വി ഹാവ് ഇക്വേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ സ്റ്റാൻഡേർഡ് ഷേപ്പുകളാണ്. സ്റ്റാൻഡേർഡ് ഷേപ്പ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഏരിയ അറിയാവുന്ന സ്റ്റാൻഡേർഡ് ഷേപ്പിലെ ഏറ്റവും സിമ്പിളായ ഷേപ്പാണ് ട്രയാങ്കിൾ എന്ന് പറയാം. ആ ഒരു കൺസെപ്റ്റ് ഇതിനകത്ത് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആ സ്ട്രിപ്പ് ഓഫ് ഏരിയ അല്ലെങ്കിൽ ആ ലാൻഡ് എന്ന് പറയുന്നതിനെ ഒരുപാട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ലാൻഡിനെ ഇപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾസ് ആക്കി. ഇതൊരു ട്രയാങ്കിൾ, and this is another triangle, and here this is another triangle, and here this is another triangle, and this is another triangle. See here, ഇപ്പോൾ ഇവിടെ triangles 1 2 3 4 5 and 6 triangles. അപ്പോൾ ഈ ഒരു ഏരിയനെ നമ്മൾ 6 triangles ആയി കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ ട്രയാങ്കിളിൻ്റെയും സൈഡുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് എ, ദിസ് ഇസ് ബി ആൻഡ് സി. ഈ 3 സൈഡും അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി ഏരിയ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു സം ഓഫ് ഏരിയാസ് ഓഫ് ദിസ് 6 ട്രയാങ്കിൾസ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. നമുക്ക് കിട്ടിയ ലാൻഡ് എന്ന് പറയുന്നതിനെ ട്രയാങ്കിൾസ് ആക്കി കൺവേർട്ട് ചെയ്യുക, സ്മോൾ സ്മോൾ ട്രയാങ്കിൾസ് ആയി കൺവേർട്ട് ചെയ്യുക, ഓരോ ട്രയാങ്കിളുടെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ സം ഓഫ് ഓൾ ദീസ് ട്രയാങ്കിൾസ്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓരോ പോർഷൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ദെൻ ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എ സ്മോൾ ഏരിയ ആൻഡ് ദി ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻ എ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഇസ് കാൽക്കുലേറ്റഡ്. ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു സം ഓഫ് ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഓരോ ട്രയാങ്കിൾസിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക, ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് സം ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ഏരിയ. സോ സി, നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഇഫ് ദിസ് ഈസ് ദ ട്രയാങ്കിൾ വിത്ത് ലെങ്ത് എ ബി ആൻഡ് സി, ദെൻ ട്രയാങ്കിൾ ഏരിയ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദിസ് ഇക്വേഷൻ, അല്ലേ, ഹാഫ് എ ബി ഇൻറ്റു സൈൻ സി വേർ സി ഇസ് ദി ആംഗിൾ. അപ്പോൾ ഒരു ആംഗിളും രണ്ട് സൈഡും നമുക്കറിയാമെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. Also we can find the area by using this equation, that is area is equal to root of s into s minus a into s minus b into s minus c, where s is the half of the perimeter, or that is equal to a plus b plus c divided by 2, അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. ഇങ്ങനെ നമുക്ക് ഒരു ലാർജ് ഏരിയ ഉണ്ടെങ്കിൽ അതിനെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയി കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഫിഗറിൽ 6 ട്രയാങ്കിൾസ് ഉണ്ട്, അല്ലേ. അങ്ങനെ ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ, അങ്ങനെ എല്ലാ ട്രയാങ്കിളിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ഏരിയ. ഓക്കെ, സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഏരിയനെ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കും. ഓക്കെ, നൗ
The second method is area from offset from the baseline. Okay, so this is applicable to a narrow area and we have 4 methods. Baseline measurement il ninnu 4 method undu. First method is mid ordinate rule, second one average ordinate rule, third method trapezoidal rule and fourth method Simpson's zone third rule. അപ്പോൾ ഇവിടെ ബേസ് ലൈൻ എന്താണ്, എങ്ങനെയാണ് ഏരിയ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. സി ഇഫ് ദിസ് ഈസ് ദി ബൗണ്ടറി, ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട ലാൻഡ്, പീസ് ഓഫ് ലാൻഡ്, നാരോ ഏരിയ എന്ന് വിചാരിക്കാം. ഇതിനകത്ത് താഴെ കാണിക്കുന്ന ഈ സ്ട്രെയിറ്റ് പോർഷൻ അതിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ദി ബേസ് ലൈൻ. ഈ ബേസ് ലൈനിൽ നിന്ന് ഇറഗുലർ ബൗണ്ടറിയിലേക്കുള്ള മെഷർമെന്റ്, ദിസ് ഈസ് ദി ഇറഗുലർ ബൗണ്ടറി. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഇറഗുലർ ബൗണ്ടറി. ആ ഇറഗുലർ ബൗണ്ടറിയിലേക്ക് ബേസ് ലൈനിൽ നിന്ന് മെഷർമെന്റ്, ഈ ഡിസ്റ്റൻസ്, അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസിനെ ഇറ്റ് ഈസ് കോൾഡ് ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഇറ്റ് ഈസ് കോൾഡ് ഓഫ്സെറ്റ്, ഇതിനെ ഓഫ്സെറ്റ് പറയും അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്ന് പറയും, ഓർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡിനേറ്റ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് ഓഫ് ലാൻഡിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വി ഹാവ് 4 മെത്തേഡ്സ്. ഫസ്റ്റ് വൺ മിഡ് ഓർഡിനേറ്റ് റൂൾ, സെക്കൻഡ് വൺ അവറേജ് ഓർഡിനേറ്റ് റൂൾ ആൻഡ് തേർഡ് വൺ ട്രപ്പിസോഡൽ റൂൾ ആൻഡ് ഫോർത്ത് വൺ സിംപ്സൺസ് സോൺ തേർഡ് റൂൾ. ഈ 4 മെത്തേഡും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ മിഡ് ഓർഡിനേറ്റ് റൂൾ. മിഡ് ഓർഡിനേറ്റ് റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ സി ഇഫ് ദിസ് ഈസ് അവർ ബേസ് ലൈൻ ആൻഡ് ദിസ് ഈസ് ദി ബൗണ്ടറി, ഇങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഏരിയ ഫ്രം ഓഫ്സെറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാം ചെയ്യേണ്ടത് ടോട്ടൽ ആ ഏരിയനെ കുറേ കഷ്ണങ്ങളാക്കി, കുറേ ഡിവിഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫിഗറിൽ ഞാൻ വരച്ച ഫിഗറിനകത്ത് ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ 3 ഡിവിഷൻസ് ആക്കി, 1 2 3. ഇതെല്ലാത്തിൻ്റെയും പ്രത്യേകത ഈ 3 ഡിവിഷൻ്റെയും സ്പേസിങ് ഈക്വൽ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ സ്പേസിങ് ഡി എന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ 10 മീറ്റർ ആണെങ്കിൽ എല്ലാം 10 മീറ്റർ ആയിരിക്കണം, ഇതും 10 മീറ്റർ ആവണം, ആൻഡ് ലാസ്റ്റ് പോർഷൻ ഇതും 10 മീറ്റർ. എന്ന് വെച്ചാൽ ആ ടോട്ടൽ ഏരിയനെ ഈക്വൽ ഡിവിഷൻസ് ആക്കി കട്ട് ചെയ്യാം. ഇതാണ് ഈ ബേസ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് ഫ്രം ബേസ് ലൈൻ മെത്തേഡിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ ബേസ് ലൈനിൽ നിന്ന് ഇറഗുലർ ഏരിയയിലേക്ക് ഓഫ്സെറ്റ് എടുക്കുകയാണ്, ഓർഡിനേറ്റ് എടുക്കുകയാണ്. അപ്പോൾ അത് ഓരോ മെത്തേഡിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മിഡ് ഓർഡിനേറ്റ് റൂളാണ്. മിഡ് ഓർഡിനേറ്റ് റൂൾ ചെയ്യേണ്ടത് ഓരോ ഡിവിഷൻ്റെയും മിഡ് പോയിന്റിൽ നിന്ന്, മിഡ് പോയിന്റിൽ നിന്നാണ് ഇറഗുലർ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇറഗുലർ ബൗണ്ടറിയിലേക്കുള്ള ഓർഡിനേറ്റ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പോർഷൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന്, മിഡ് പോയിന്റിൽ നിന്ന് ഇതിലേക്കുള്ള ഓർഡിനേറ്റ് എടുത്തു. സി ദിസ് ഈസ് ദി ഫസ്റ്റ് ഓർഡിനേറ്റ് ഓവൻ. ആൻഡ് സെക്കൻഡ് ഡിവിഷൻ്റെ സെൻട്രൽ നിന്ന് രണ്ടാമത്തെ ഓർഡിനേറ്റ് എടുത്തു, ഈ ഡിസ്റ്റൻസ്, ദിസ് ഈസ് ദി സെക്കൻഡ് O2 ആൻഡ് ദിസ് ഈസ് ദി തേർഡ് വൺ O3. അപ്പോൾ ഇവിടെ 3 ഓർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഏരിയ എന്ന് പറയുന്നത് ദിസ് ഈസ് ടോട്ടൽ ലെങ്ത്. ഓക്കെ, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 3 ഓർഡിനേറ്റും 3 ഡിവിഷനും ഉള്ളത്. ഓക്കെ, ഓർഡിനേറ്റുകൾ 3 ആണ് ആൻഡ് ഓൾസോ 3 ഡിവിഷൻസ് ആണ്. ഓരോ ഡിവിഷൻ്റെയും സ്പേസിംഗ് എന്ന് പറയുന്നത് D ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് L ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിവിഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഇൻറ്റു D എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ദി ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ദി ബേസ് ലൈൻ ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻസ് ആൻഡ് ഓർഡിനേറ്റ് ആർ മെഷേർഡ് അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ഈച്ച് ഡിവിഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് കാണാൻ പറ്റും കുറേ ഡിവിഷൻസും ഉണ്ട്. ആ ഗ്രീൻ ലൈനിനെ ഡിവിഷൻസ് ആക്കി കാണിച്ചിരിക്കുന്നു ആൻഡ് അതിൻ്റെ സെൻട്രലിൽ നിന്നുള്ള ഓർഡിനേറ്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. O1 O2 O3 എന്ന് പറയുന്ന രീതിയിലുള്ള ഓർഡിനേറ്റുകൾ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഓർഡിനേറ്റ് ഇപ്പോൾ ഇവിടെ O1 O2 അങ്ങനെ അപ് ടു ON, ലാസ്റ്റ് ഓർഡിനേറ്റ് ON വരെയുണ്ട്. ഓക്കെ, ഈച്ച് ഡിവിഷൻസിൻ്റെ സ്പേസിങ് D ആണ്. ഓക്കെ, നൗ ദി ഏരിയ ക്യാൻ ബി ഗിവൺ ബൈ ദി ഇക്വേഷൻ ഏരിയ ഈസ് ഈക്വൽ ടു O1 പ്ലസ് O2 plus O3 and up to ON. That is sum of the ordinate divided by number of ordinate. അതാണ് സ്മോൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻ ദി ലെങ്ത് ഓഫ് ദി ബേസ്. ഇവിടെ L എന്ന് പറയുന്നത് വി ഹാവ് ഫൈൻഡ് ദാറ്റ് L is equal to N into D. ഇതാണ് ഇവിടുത്തെ Lന്റെ ഇക്വേഷൻ. ഓക്കെ, സോ സം ഓഫ് ഓർഡിനേറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓർഡിനേറ്റ്, ദാറ്റ് ഈസ് അവറേജ് ഓർഡിനേറ്റ് ഇൻറ്റു L, ലെങ്ത് ഓഫ് ദി ബേസ്. ദിസ് ഈസ് ദി ഇക്വേഷൻ. O1 O2 are the ordinate at mid points and L is the length of base.
സി ഹിയർ വി ഹാവ് ഓൺ എ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ മിഡ് ഓർഡിനേറ്റുകൾ തന്നിട്ടുണ്ട്. ഒരു ബൗണ്ടറിയുടെ മിഡ് ഓർഡിനേറ്റ് അറ്റ് 10 മീറ്റർ ഇന്റർവൽ. അപ്പോൾ 10 മീറ്റർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, ഫ്രം എ സർവേ ലൈൻ ആൻഡ് ദി ഓർഡിനേറ്റ്സ് ആർ ഗിവൺ. ഇവിടെ ഓരോ ഓർഡിനേറ്റുകൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ സർവേ ലൈൻ ബൈ യൂസിങ് ദ മിഡ് ഓർഡിനേറ്റ് റൂൾ. മിഡ് ഓർഡിനേറ്റ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സർവേ ലൈനിന്റെ അവിടെ തന്നിരിക്കുന്ന ബൗണ്ടറിയുടെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സി ഹിയർ ദി മിഡ് ഓർഡിനേറ്റ് values are given here. These are the mid ordinates, and by mid ordinate the area is given by O1 plus O2 up to On divided by n into L. And by using this equation you can find that sum all the ordinate, ഇവിടെ എല്ലാ ഓർഡിനേറ്റുകളും ആഡ് ചെയ്തു. ഓക്കെ, ഡിവൈഡ് ബൈ ഹിയർ നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഇസ് 9. ഇത് എണ്ണി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും 9 ഓർഡിനേറ്റുകൾ ഉണ്ട്. സോ ഹിയർ n is equal to 9 all into L is equal to length of base L is equal to n into d. Here n is 9 into d is 10. Okay, so doing this, calculating this, you will get the area is equal to 477.2 meter square. So ഇങ്ങനെയാണ് മിഡ് ഓർഡിനേറ്റ് റൂള് ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ ദി സെക്കൻഡ് മെത്തേഡ് ഈസ് അവറേജ് ഓർഡിനേറ്റ് റൂൾ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അവറേജ് ഓർഡിനേറ്റ് റൂളാണ്. അവറേജ് ഓർഡിനേറ്റ് റൂളിനകത്ത് സി ഇഫ് ദിസ് ഈസ് ദി ബൗണ്ടറി, ഇങ്ങനെ ബൗണ്ടറി ഉണ്ട് വിചാരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഡിവൈഡ് ചെയ്യുക, ഈക്വൽ ഡിവിഷൻസ് ആണ് ഡിവൈഡ് ചെയ്യുക. സി ദിസ് ഇസ് ദ ഫസ്റ്റ് ഡിവിഷൻ, ദിസ് ഇസ് ദ സെക്കൻഡ് ഡിവിഷൻ ആൻഡ് തേർഡ് ഡിവിഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്പേസിംഗ്, സ്മോൾ ഡി, ഓൾ ആർ ഈക്വൽ സ്പേസിംഗ്. ഓക്കെ, ഹിയർ വി ഹാവ് 3 ഡിവിഷൻസ്, 3 ഡിവിഷൻസ് ആണുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് n ഓർഡിനേറ്റുകളാണ് എടുക്കുന്നത്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ഓർഡിനേറ്റ് ആൻഡ് ദിസ് ഈസ് ദി സെക്കൻഡ് ഓർഡിനേറ്റ് and this is the third ordinate and this is the fourth ordinate. We have 4 ordinate, 4 ഓർഡിനേറ്റുകൾ ഉണ്ട്. And here we can see that length of base എന്ന് പറയുന്നത് this is the length of base. Here length of base എന്ന് പറയുന്നത് 3 into length എന്ന് പറയുന്നത് that is n minus 1 into d എന്നാണ് പറയുക, where n is the number of ordinate. കാരണം ഇവിടെ 4 ഓർഡിനേറ്റ് ഉണ്ട്, പക്ഷെ 3 ഡിവിഷൻസേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് ഡിവിഷൻ, ദിസ് ഇസ് ദി സെക്കൻഡ് ഡിവിഷൻ ആൻഡ് ദിസ് ഇസ് ദി തേർഡ് ഡിവിഷൻ. സോ ടോട്ടൽ ലെങ്ത് ഇസ് ഈക്വൽ ടു d പ്ലസ് d ദാറ്റ് ഇസ് 3d എന്ന് വരും. സോ ദാറ്റ് ഇസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ മിഡ് ഓർഡിനേറ്റ് റൂളുകളും അതുപോലെ അവറേജ് ഓർഡിനേറ്റിലും ലെങ്ത് കാണുന്ന ഇക്വേഷൻ ഡിഫറൻസ് ആണ്. മിഡ് ഓർഡിനേറ്റിൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഇൻറ്റു d ആണ്, ഡിവിഷൻ ആണ്. ആൻഡ് അവറേജ് ഓർഡിനേറ്റ് റൂളിൽ n മൈനസ് 1 ഇൻറ്റു d ആണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. So here divide the baseline into number of divisions and measure the offset to each of the points and area is given by. നമുക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും, ഇവിടെ ആ ഏരിയ തന്നിട്ടുണ്ട്, ബൗണ്ടറി തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഓർഡിനേറ്റ് O1, അങ്ങനെ O2, അങ്ങനെ അപ് ടു ON വരെ ഡിവിഷൻസ് ഉണ്ട്. ആൻഡ് ഓൾ ഡിവിഷൻസ് ഹാവ് ഈക്വൽ സ്പേസിംഗ് d. സോ ദി ഏരിയ ഇസ് ഗിവൺ ബൈ O1 പ്ലസ് O2 പ്ലസ് ON ഡിവൈഡ് ബൈ n ഇൻറ്റു L. ഇവിടെയും ഇക്വേഷൻസ് മിഡ് ഓർഡിനേറ്റ് റൂൾ പോലെ തന്നെ സെയിം ഇക്വേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ബട്ട് ദി എൽ വാല്യൂ ആണ് അതിൽ ഡിഫറൻസ് വരെ, വേർ എൽ ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു d എന്നാണ് ഇക്വേഷൻ വരിക. ഓക്കെ, സോ O1 O2 ആർ ദി ഓർഡിനേറ്റ് ആൻഡ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് ബേസ്. നൗ വി ക്യാൻ ഡു ദ സെയിം പ്രോബ്ലം, മിഡ് ഓർഡിനേറ്ററിൽ ചെയ്ത സെയിം പ്രോബ്ലം വി ക്യാൻ ഡു ബൈ average ordinate rule. Here interval is given 10 meter, that is small d is 10 meter and all the ordinate are given. Now find the area by average ordinate rule. അപ്പോൾ average ordinate rule നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ these are the division values or these are the ordinate here and number of ordinate is equal to 9. So the area is given by O1 plus O2 up to ON divided by n into L. Here you can see that, see here this is the sum of ordinate divided by number of ordinate 9 into L. L is equal to n minus 1 into d, where n is 9. So 9 minus 1 into d value is 10. So it will become 8 into 10. So this is. So the value, final value will become 424.44 meter square. This is the answer. Okay. So ഇങ്ങനെയാണ് average ordinate rule ഉപയോഗിച്ചിട്ട് നമ്മളൊരു area calculate ചെയ്യുന്നത്. Okay. So that is the second method. Now we have the third method from baseline. So that is the trapezoidal rule. Trapezoidal rule is given by, the area is given by, equation is area is equal to
O1 plus ON. O1 plus ON divided by 2 plus O2 plus O3 plus up to ON minus 1 into D. Here D is the division. You can see here D is the division, and O1 O2 are the ordinate. First ordinate O1, second ordinate O2, and last ordinate is given by ON. Okay, here you can see that this area, actually this is equal to first ordinate plus last ordinate divided by 2 plus sum of all other ordinate. That is the equation. Okay, so O1 is the first ordinate, ON is the last ordinate, and O2 O3 like are the other ordinate, and D is the ordinate interval. Okay, so this equation also can be written as area is equal to first ordinate plus last ordinate divided by 2 plus sum of all other ordinate into D. Okay, അപ്പോൾ നമുക്ക് ഇങ്ങനെയും എഴുതാം, ട്രപ്പിസോഡൽ റൂളിനെ ഇങ്ങനെയും എഴുതാം. Okay, D is the ordinate interval. Now we can do the same problem by using the trapezoidal rule. Same problem ആണ് 10 meter interval D is 10 is the interval D. So here the ordinate values are given, do by trapezoidal rule. So here you can see here in this problem 3.25 is the first ordinate, 3.25 is the first ordinate, and 5.65 is the last ordinate. So 3.25 is the O1 and 5.65 is the ON. So by using the equation, area is equal to O1 plus ON by 2 plus O2 plus O3 plus up to ON minus 1 into D. This is the equation you can see here. This is the equation. So substituting in this, that is area is equal to first ordinate 3.25, last ordinate 5.65 by 2 plus sum of all other ordinates. Okay, all into D is 10. So you will get the value as 433 meter square എന്ന് കിട്ടും. സോ അപ്പോൾ ഇങ്ങനെയാണ് ട്രപ്പിസോഡൽ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പോർഷൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ഹാവ് ദി ഫോർത്ത് മെത്തേഡ്, ദാറ്റ് ഈസ് സിംസൺസ് റൂൾ. സോ നാലാമത്തെ മെത്തേഡാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള സിംസൺസ് ഓൺ തേർഡ് റൂൾ എന്ന് പറയും. ഹിയർ ദ സെയിം കൺസെപ്റ്റ്, ദാറ്റ് ഈസ് വി ഹാവ് ദി ഓർഡിനേറ്റ് O1, O2, O3 up to ON, and the intervals are given small d at equal spacing, and L is the length of base. And here it is applicable only when, Simpson's rule is applicable only when the number of division is even. Number of divisions even ആവണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഓഡ് ആയിരിക്കണം. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. സിംസൺസ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിഡ് ഓർഡിനേറ്റ് റൂളും അവറേജ് ഓർഡിനേറ്റ് റൂളും ട്രപ്പിസോഡൽ റൂളും എല്ലാ ഓർഡിനേറ്റുകൾക്കും അപ്ലൈ ചെയ്യാം. ബട്ട് സിംസൺസ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഷുഡ് ബി ഓഡ്. ഓക്കെ, ഇങ്ങനെ O1, O2, O3 എന്ന് പറയുന്നത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓർഡിനേറ്റുകൾ ഓഡ് ആയിരിക്കണം. ഓക്കെ, സോ ഹിയർ ദ ഏരിയ ഈസ് ഗിവൺ ബൈ സിംസൺസ് റൂൾ, ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു D/3 ഇൻറ്റു O1 പ്ലസ് ON പ്ലസ് 4 times O2 plus O4 plus O6 plus 2 times O3 plus O5 plus O7 up to like that. Okay, here O1 is the first ordinate, ON is the last ordinate, and O2, O3, O4 like that, these are the other ordinate, and D is the ordinate interval. So this is the equation. Okay, by equation ശരിക്കും ശ്രദ്ധിക്കുക, area is equal to D/3 into O1 plus ON plus like that 4 into O2 plus O4 plus O6 etc. plus 2 times O3 plus O5 plus O7 etc. Okay, see equation, we can rewritten this equation as equation is equal to area is equal to D/3 into first ordinate plus last ordinate plus 4 times sum of even ordinates and plus 2 times sum of odd ordinate. അപ്പോൾ തന്ന ഓർഡിനേറ്റ് അകത്ത് ഈവൺ ഓർഡിനേറ്റുകളും ഓഡ് ഓർഡിനേറ്റും സെപ്പറേറ്റ് ചെയ്യണം. അതിൽ നിന്നാണ് ഈക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഡി ഈസ് ദി ഓർഡിനേറ്റ് ഇന്റർവൽ. വി ക്യാൻ ഡു വൺ എക്സാമ്പിൾ, ദ സെയിം എക്സാമ്പിൾ ബൈ യൂസിങ് സിംസൺസ് റൂൾ. ഹിയർ d, small d is given as 10 meter, and these are the ordinate, and do the calculation of area by Simpson's rule. So Simpson's rule ഉപയോഗിക്കുമ്പോൾ we can see here these are the ordinate. ഇതാണ് ഓർഡിനേറ്റ്. അതിൽ 3.25 is the first ordinate, this is the O1, and 5.65 is the last ordinate, that is ON. And here we have ordinate 1, 2, 3, 4, 5, 6, 7, 8 and 9. We have 9 number of ordinates. So n is equal to 9.
അപ്പോൾ നമ്പർ ഓഫ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഓഡ് ആണ്. സോ വി ക്യാൻ ഡു ദി സിംപ്സൺസ് റൂൾ. സിംപ്സൺ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹിയർ ദ നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഈസ് 9. സോ സിംപ്സൺസ് റൂൾ ക്യാൻ ബി അപ്ലൈഡ്. Okay, now this is the equation. Simpson's rule equation ഇതാണ്. area is equal to d/3 into O1 plus On plus 4 times sum of even ordinates plus 2 times sum of odd ordinate. Okay, so we can apply this equation. The value of d is given as d value എന്ന് പറയുന്നത് 10 ആണ്. So d/3 ആകുമ്പോൾ 10/3 into first ordinate 3.25 plus last ordinate എന്ന് പറയുന്നത് 5.65 plus 4 into sum of even ordinate. ഈവൺ ഓർഡിനേറ്റുകൾ എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് ബോൾഡ് ആക്കി ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നതൊക്കെ ഈവൺ ഓർഡിനേറ്റ് ആണ്. 5.6, 6.65, 6.2, 4.2. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിനെ ഈവൺ ഓർഡിനേറ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് 4 into ഈവൺ ഓർഡിനേറ്റ് 5.6, 6.65, 6.2 ആൻഡ് 4.2 പ്ലസ് സം ഓഫ് ഓഡ് ഓർഡിനേറ്റ്. ഓഡ് ഓർഡിനേറ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഹിയർ ഓഡ് ഓർഡിനേറ്റുകൾ ബോൾഡ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഓഡ് ഓർഡിനേറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഓർഡിനേറ്റുകൾ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ഓർഡിനേറ്റ് O1 എന്ന് പറയുന്ന ഓഡ് ഓർഡിനേറ്റ് ആണ്. പക്ഷെ അത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചു. ഫസ്റ്റ് ഓർഡിനേറ്റ് ഓൾറെഡി ഉപയോഗിച്ചതാണ്. ലാസ്റ്റ് ഓർഡിനേറ്റും ഓൾറെഡി ഉപയോഗിച്ചാണ്. ആ ഉപയോഗിച്ച ഓർഡിനേറ്റുകൾ 3.25, 5.6 അത് വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സോ ഹിയർ ലാസ്റ്റ് പ്ലസ് 2 into ഓഡ് ഓർഡിനേറ്റുകൾ, ബാക്കിയുള്ള ഓഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 2 into 4.2 plus 8.75 plus 3.25. സോ ഇങ്ങനെയാണ് സിംപ്സൺസ് റൂൾ ഉപയോഗിക്കുന്നത്. സോ യു വിൽ ഗെറ്റ് ദി ഫൈനൽ വാല്യൂ ആസ് 439.67 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നൗ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Fifth example, here a series of offsets were taken from a chain line to a curved boundary at an interval of 15 meter. അപ്പോൾ 15 meter 15 എന്ന് പറയുന്നത് it is a interval small d and the values are given, that is 0, 2.65, 3.8, 3.75, 4.65, 3.6, 4.95 and 5.85. Now we have to calculate the area, okay, by using 3 methods, that is by using average ordinate rule, trapezoidal rule and Simpson's rule. ഈ 3 റൂളും അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, average ordinate rule. Okay, so here average ordinate, the ordinates are given here. Okay, so this is the equation to find the area by average ordinate rule. O1 plus On, O2 plus O3 up to On divided by number of ordinate into length of base. Okay, here we can see that here this is the sum of ordinate given, that is 0 plus 2.65, 3.8, 3.75, 4.65, 3.6 up to 5.85 divided by number of ordinate is 8. Number of ordinate എന്ന് പറയുന്നത് 8 ആണ്. And number of ordinate 8 ആണെങ്കിൽ L is equal to n minus 1 into d. Average ordinate L കാണുന്നത് n minus 1 into d എന്നാണ്. So here n is 8, so 8 minus 1 into d value is 15. Okay, so it will become 7 into 15. Yeah, 7 into 15. So that is here 7 into 15 length. So you will get the area as 383.91 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടുന്നത് 383.91 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അവറേജ് ഓർഡിനേറ്റ് റൂൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നൗ വി ക്യാൻ സീ ദ സെക്കൻഡ് മെത്തേഡ്. നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഒന്ന് ഉപയോഗിക്കാം, ട്രപ്പിസോയിഡൽ റൂൾ. ഓക്കെ, so this is the equation. Trapezoidal rule equation ഇതാണ്. Area is equal to O1 plus On by 2 plus sum of all other ordinate into d. Here 0 is the first ordinate, this is O1, and here 5.85 is the last ordinate, this is On. Okay, so use this. നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഏരിയ is equal to first ordinate 0 plus last ordinate 5.85 by 2 plus sum of all other ordinates into d is 15. Okay, so you will get the area as area is equal to 394.87 meter square. This is the area. അപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നൗ ദി തേർഡ് മെത്തേഡ് is Simpson's on third rule. This is the Simpson's on third rule. But here you can see that here the number of ordinate, small n, number of ordinate is 8. It is even number. അപ്പോൾ ഈവൺ നമ്പർ ആണെങ്കിൽ അതിനകത്ത് ഡയറക്ട്ലി സിംപ്സൺസ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. Okay, number of ordinate is 8, it is even.
So it cannot be directly applied. So we can do one thing here. The last ordinate means 5.85. this is treated as separately. തൽക്കാലം നമ്മൾ ആ ലാസ്റ്റ് ഓർഡിനേറ്റ് മാറ്റി വെക്കുക. നൗ അത് ഒഴിവാക്കിയാൽ നമുക്ക് വി ഹാവ് 7 ഓർഡിനേറ്റ്. ബാക്കി 7 ഓർഡിനേറ്റ് ഉണ്ട്. ആ 7 ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദി ഏരിയ അപ് ടു ദാറ്റ്. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഫിഗർ വരച്ച് കാണിക്കാം. സി ദിസ് ഈസ് ദി ബൗണ്ടറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ this is the boundary. Okay, and here this is the first ordinate O1 and this is the last ordinate O8. Okay, and in between we have O2, O3, O4, O5, O6 and O7. Okay, this is O2, O3, O4, O5, O6 and O7. സി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് പോർഷൻ ഒഴിവാക്കുക. ലാസ്റ്റ് പോർഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു പോർഷൻ, ഈ ഒരു ഡിവിഷനെ നമ്മൾ മാറ്റി നിർത്തുക. ഓക്കെ, മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇത്രയും പോർഷൻസിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് O1 മുതൽ O7 വരെ. O7 ഇവിടെ ഇൻക്ലൂഡഡ് ആണ്, എങ്കിലേ ഈ ബൗണ്ടറി കിട്ടുള്ളൂ. O7 വരെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഏരിയ കാണുക ബൈ യൂസിങ് സിംപ്സൺസ് റൂൾ. ആൻഡ് ലാസ്റ്റ് പോർഷൻ ഈസ് ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. ഈ ലാസ്റ്റ് പോർഷൻ, ഇവിടെ കാണുന്ന ലാസ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ O7 ആൻഡ് O8 എന്ന് പറയുന്നത് സെപ്പറേറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം 7 ഓർഡിനേറ്റ് മാത്രം എടുക്കുക. ലാസ്റ്റ് ഓർഡിനേറ്റ് നമ്മൾ ഒഴിവാക്കി. സോ ഹിയർ ഇറ്റ് ഈസ് ഗിവൺ. സോ ഹിയർ 0 ഈസ് ദി ഫസ്റ്റ് ഓർഡിനേറ്റ് O1. അപ്പോൾ ഈ ഒരു കേസിൽ ലാസ്റ്റ് ഓർഡിനേറ്റ് ഒഴിവാക്കിയിട്ട് എടുത്താൽ 4.95 ആണ് ഇവിടെ വരുന്ന ലാസ്റ്റ് ഓർഡിനേറ്റ് ON എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ബോൾഡ് ഗ്രീൻ ഈസ് ഗിവൺ ടു ദി ഈവൺ ഓർഡിനേറ്റ് 2.65, 3.75 ആൻഡ് 3.6 ഇസ് ദ ഈവൺ ഓർഡിനേറ്റ്. അതേഴ്സ് ഓഡ് ഓർഡിനേറ്റുകളാണ്. So area is equal to, by Simpson's rule you can see that area is equal to equation d/3 into O1 plus ON plus 4 times sum of even ordinates plus 2 times sum of odd ordinate. Okay, so അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ you can see here d is 15, 50/3 into first ordinate 0 ആണ്, last ordinate 4.95 ആണ്, plus 4 into sum of even ordinates plus 2 into sum of odd ordinate. ഓക്കെ, ഇവിടെ ആദ്യത്തെയും അവസാനത്തെ ഓർഡിനേറ്റുകൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് വീണ്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ല. Okay, now you will get the area is equal to 309.25 എന്ന് കിട്ടും. ബട്ട് സി ഹിയർ ഇത് 7 ഓർഡിനേറ്റ് വരെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ദിസ് ഇസ് നോട്ട് ദി ഫൈനൽ ഏരിയ, അത് ഫൈനൽ ഏരിയ അല്ല. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെയും 8ാമത്തെയും ഓർഡിനേറ്റ് ഉപയോഗിച്ച് ഒരു പോർഷന്റെ ഏരിയയും കൂടെ കാണാനുണ്ട്. ഓക്കെ, സോ ദി ലാസ്റ്റ് 7th ആണ് ലാസ്റ്റ് ഓർഡിനേറ്റ്. യു ക്യാൻ സി ഹിയർ ലാസ്റ്റ് 2 ഓർഡിനേറ്റുകൾ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഏരിയ ഈസ് ഗിവൺ ബൈ, ഇത് അവറേജ് ഓർഡിനേറ്റ് റൂൾ അല്ലെങ്കിൽ ട്രപ്പിസോഡ് റൂൾ ഏതെങ്കിലും ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്താൽ മതി. ഏരിയ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 4.95, ലാസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 5.85 ആണ്. സോ 4.95 plus 5.85 by 2 into 1500. So you will get the area 81 meter square. So total area is equal to first area 309.25 plus second area 81. So total area എന്ന് പറയുന്നത് 390.25 ആണ്. ഓക്കെ, അപ്പോൾ ഒരു സെക്ഷനകത്ത് ഓർഡിനേറ്റിന്റെ നമ്പർ ഓഡല്ല എങ്കിൽ അതിൽ സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ ഒരു സെക്ഷനെ മാറ്റി നിർത്തുക, ഇത് ബാക്കിയുള്ള ഓർഡിനേറ്റുകൾ ഉപയോഗിച്ചിട്ട് സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവറേജ് ഓർഡിനേറ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ടോട്ടൽ ഏരിയ കിട്ടുന്നത്. ഓക്കെ, സി ഹിയർ വി ക്യാൻ ഡു വൺ മോർ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം, എക്സാമ്പിൾ 6. ഓക്കെ, ആൻഡ് here you can see that the chainage is given. Example 6 following perpendicular offset were taken from a chain line. The chainage is given. Chainage ആദ്യം 0, 15, 30 അങ്ങനെയാണ് പോകുന്നത്. chainage എന്ന് പറഞ്ഞാൽ see if this is the boundary and ഇങ്ങനെയാണ് ഏരിയ എന്ന് വിചാരിക്കുക. chainage എന്ന് പറയുന്നത് this is the baseline. ആ ബേസ് ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് 0. ഇവിടെ നിന്ന് ഓരോ ഡിവിഷനിലേക്കുള്ള ദൂരമാണ് ചെയിനേജ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ആദ്യം 15 ആണ്, ദെൻ അടുത്തത് 30 മീറ്റർ ആണ് ദൂരം, ദെൻ 60 മീറ്റർ,
ഓക്കെ. സോ ഈ ദൂരം 15, രണ്ടാമത്തെ ഈ ദൂരം 30 ആൻഡ് ഹിയർ ദിസ് ഇസ് 60. ഓക്കെ. സോ അവിടെ ഇന്റർവെൽ എന്ന് പറയുന്നത് 15 മീറ്റർ ഇന്റർവെൽ ആണ്. ഓക്കെ. ബട്ട് യു ക്യാൻ സീ ഹിയർ വാല്യൂസ് ആ ചേഞ്ച് നോക്കിയാൽ എല്ലാത്തിലും കോമൺ ഇന്റർവെൽ അല്ല, ഇന്റർവെൽ അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ ബൈ ട്രപ്പിസോഡൽ റൂൾ ആൻഡ് സിംപ്സൺസ് റൂൾ. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഹിയർ യു ക്യാൻ സീ ദിസ് ഈസ് ദ ചെയിനേജ് ആൻഡ് ഓഫ്സെറ്റ്. സി ഫസ്റ്റ് ഫ്രം 0 to 60, ഇവിടെ 0 മുതൽ 60 വരെയുള്ള വാല്യൂസ്, 0 to 60 വാല്യൂസ്, അവിടെ ഡി വാല്യൂ ഇന്റർവെൽ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ഇനി 60 to 80 എന്ന് പറയുന്ന 60, 70 and 80, ഹിയർ ദ ഡി വാല്യൂ സ്പേസ് ഇന്റർവെൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 10 മീറ്റർ ആൻഡ് ലാസ്റ്റ് പോർഷൻ 80 to 140 ഇന്റർവെൽ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. സോ യു ക്യാൻ സീ ഹിയർ വി ഹാവ് 3 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇന്റർവെൽ. ഫസ്റ്റ് ഡി 15 ആണ്, ദെൻ ഡി 10 ആണ് ആൻഡ് ലാസ്റ്റ് വി ഹാവ് ഡി വാല്യൂ ഇന്റർവെൽ വാല്യൂ 20 മീറ്റർ. അപ്പം മൂന്ന് ഇന്റർവെൽ ആണ്. സോ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റിനകത്ത് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 3 പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഓരോ പോർഷൻസും സെപ്പറേറ്റ് ഏരിയ കണ്ടിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ദി ഫസ്റ്റ് ഏരിയ 0 മുതൽ 60 വരെയുള്ളതാണ് ഫസ്റ്റ് ഏരിയ, 60 മുതൽ 80 വരെയുള്ള സെക്കൻഡ് ഏരിയ ആൻഡ് 80 മുതൽ 140 വരെയുള്ള തേർഡ് ഏരിയ. അങ്ങനെ 3 സെക്ഷൻസ് ആയിട്ട് 3ന്റെയും ഏരിയ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, ദെൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബൈ ട്രപ്പിസോഡൽ മെത്തേഡ്. അപ്പോൾ ട്രപ്പിസോഡൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ പോർഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 0 മുതൽ 60 വരെയാണ് ഫസ്റ്റ് സെക്ഷൻ. സോ ഏരിയ ഓഫ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആ ചെയിനേജ്, അത്രയും ചെയിനേജുകൾ മാത്രം മാറ്റിയിടുക. ഓക്കെ. സോ ഹിയർ ദിസ് ഈസ് ദി ഫസ്റ്റ് ചെയിനേജ്, ഫസ്റ്റ് ഓർഡിനേറ്റ് 7.6 ആണ് ഫസ്റ്റ് ഓർഡിനേറ്റ്, 10.6 ആണ് ലാസ്റ്റ് ഓർഡിനേറ്റ്. സോ ഏരിയ ബൈ ട്രപ്പിസോഡൽ റൂൾ ഇക്വേഷൻ ഉപയോഗിക്കുക. ഏരിയ ഇസ് ഈക്വൽ ടു O1 plus ON by 2 plus sum of all other ordinate into D. സോ ബൈ യൂസിങ് ദിസ് യു ക്യാൻ സീ ഹിയർ, ഇതിനകത്ത് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ഫസ്റ്റ് സെക്ഷനകത്ത് അതിൻ്റെ ഡി വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ഹിയർ ഡി ഈക്വൽ ടു 15 ആണ്, കാണാം. ഓക്കെ. സോ അതിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദി ഏരിയ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഏരിയ A1 എന്ന് പറയുന്നത് 616.3 616.3 മീറ്റർ സ്ക്വയർ. ഓക്കെ. സിമിലർലി സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് 60 മുതൽ 80 വരെയാണ്. സോ ദ ചെയിനേജ് സെക്കൻഡ് ഓർഡിനേറ്റുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ചെയിനേജ് വരുന്നത് ഓർഡിനേറ്റ് 10.6 ഈസ് ദ ഫസ്റ്റ് ഓർഡിനേറ്റ്, 8.3 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഓർഡിനേറ്റ്. ഓക്കെ. സോ അഗെയിൻ യൂസ് ദ സെയിം ഇക്വേഷൻ ബൈ ട്രപ്പിസോഡൽ റൂൾ ആൻഡ് ഇറ്റ് വിൽ ബിക്കം, അങ്ങനെ ഇവിടെ 10.6 is the first ordinate, 8.3 is the last ordinate, പ്ലസ് അതർ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ആകെ ഒരു ഓർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, 9.5 മാത്രമേ ഉള്ളൂ. സോ പ്ലസ് 9.5 into 10. കാരണം ഇവിടെ ഇന്റർവൽ ഡി സെക്കൻഡ് പോർഷനകത്ത് സെക്കൻഡ് ഏരിയയിൽ ഇന്റർവൽ ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ഓക്കെ. സോ യു ക്യാൻ ഫൈൻഡ് ദി ഏരിയ ഈസ് ഈക്വൽ ടു 189.5. അപ്പോൾ അതാണ് രണ്ടാമത്തെ സെക്ഷൻ്റെ ഏരിയ. നൗ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് 80 മുതൽ 140 വരെ. സോ ചെയിനേജ് ഇങ്ങനെ വരും. ഫസ്റ്റ് ഓർഡിനേറ്റ് 8.3 ആണ്, ലാസ്റ്റ് ഓർഡിനേറ്റ് 4.4 ആണ്. വാല്യൂ ഓഫ് ഡി ഈസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് വരും. ഓക്കെ. സോ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സെയിം ഇക്വേഷൻ ബൈ ട്രപ്പിസോഡൽ റൂൾ. സോ ഹിയർ ഫസ്റ്റ് ഓർഡിനേറ്റ് യു ക്യാൻ സീ ഹിയർ ദി ഫസ്റ്റ് ഓർഡിനേറ്റ് 8.3 ആൻഡ് ലാസ്റ്റ് ഓർഡിനേറ്റ് 4.4 ആൻഡ് അതർ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 7.9 6.4 ആണ് ഇൻറ്റു 20. So you can find the area is equal to last session area is equal to 413 meter square. അപ്പോൾ നമ്മൾ 3 സെക്ഷൻ്റെയും ഏരിയ കണ്ടു. സോ ദ ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു A1 plus A2 plus A3 അല്ലേ, A1 plus A2 plus A3 ദാറ്റ് ഈസ് 616.5 plus 189.5 plus 413. You will get the total area is 1219 meter square എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ഇൻ്റർവെല്ല് തന്നിട്ട് ഡിഫറെൻറ്റ് സ്പേസിങ് തന്നിട്ട് ഏരിയ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ബൈ ട്രപ്പിസോഡൽ റൂൾ. ഓക്കെ. ഇനി ഇതേ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് 3 ഏരിയ ആക്കി ഡിവൈഡ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ ഇതാണ്. ഓക്കെ. സീ ഹിയർ യു ക്യാൻ സീ ഹിയർ ദിസ് ഇസ് 7.6 ഈസ് ദ ഫസ്റ്റ് ഓർഡിനേറ്റ് ആൻഡ് 10.6 എന്ന് പറയുന്നത് ലാസ്റ്റ് ഓർഡിനേറ്റ് ആണ്. ഇവിടെ ഈവൺ ഓർഡിനേറ്റുകളെ ഞാൻ ബോൾഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.
ഹിയർ നമ്പർ ഓഫ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 1 2 3 4 ആൻഡ് 5. നമ്പർ ഓഫ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 5 ഓർഡിനേറ്റ് ആണ്. സോ ഓഡ് ഓർഡിനേറ്റ് ആയതുകൊണ്ട് തന്നെ സിംപ്സൺസ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ ഇക്വേഷൻ ഇവിടെ ഓർഡിനേറ്റുകൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് d/3 ഇൻറ്റു O1 പ്ലസ് ON പ്ലസ് 4 ടൈംസ് സം ഓഫ് ഈവൺ ഓർഡിനേറ്റ് പ്ലസ് 2 ടൈംസ് സം ഓഫ് ഓഡ് ഓർഡിനേറ്റ്. സോ അത് അപ്ലൈ ചെയ്യുക. ഹിയർ യു ക്യാൻ സീ ഹിയർ d/3 എന്ന് പറഞ്ഞാൽ ഓക്കെ 15/3 ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 15/3 ആണ് അല്ലേ. ഈ ഇതിനകത്ത് ഡി വാല്യൂ ഡി എന്ന് പറയുന്നത് 15 ആണ്. സോ 15/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് 7.6, ലാസ്റ്റ് ഓർഡിനേറ്റ് 10.6, then 4 into sum of even ordinate plus 2 into sum of odd ordinate. So you will get the first area as 624 meter square എന്ന് കിട്ടും. ആദ്യത്തെ സെക്ഷൻ്റെ ഏരിയ 624 മീറ്റർ സ്ക്വയർ. സിമിലർലി രണ്ടാമത്തെ സെക്ഷൻ എടുക്കാം. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 80 മുതൽ അല്ല സോറി 60 മുതൽ 60 മുതൽ 80 വരെയാണ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോർഷൻ. ഹിയർ ഫസ്റ്റ് ഓർഡിനേറ്റ് ഈസ് 10.6 ആൻഡ് ലാസ്റ്റ് ഓർഡിനേറ്റ് 8.3 ആണ്. ഇവിടെ നമ്പർ ഓഫ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. അത് ഓഡ് നമ്പർ ആയതുകൊണ്ട് വി ക്യാൻ അപ്ലൈ ദി സിംപ്സൺസ് റൂൾ. ആൻഡ് ഹിയർ ദി വാല്യൂ ഓഫ് ഡി ഈസ് 10 മീറ്റർ. സോ നമുക്ക് സിംപ്സൺസ് റൂളിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുക ആൻഡ് അപ്ലൈ ദി വാല്യൂസ്. ആ വാല്യൂസ് എല്ലാം അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി 10 ആണ്, 10/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് 10.6 ആണ്, ലാസ്റ്റ് ഓർഡിനേറ്റ് 8.3 ആണ്, പ്ലസ് 4 ഇൻറ്റു സം ഓഫ് ഈവൺ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ആകെ ഒരു ഈവൺ ഓർഡിനേറ്റേ ഉള്ളൂ 9.5 ആണ്, പ്ലസ് 2 ഇൻറ്റു സം ഓഫ് ഓഡ് ഓർഡിനേറ്റ് എന്ന് പറയാൻ ഇവിടെ വേറെ ഓർഡിനേറ്റുകൾ ഓഡ് ഓർഡിനേറ്റ് ഒന്നുമില്ല. സോ അവിടെ അത് അത്രയേ ഉള്ളൂ. സോ ദി ഫൈനൽ ആൻസർ ദി ഏരിയ ഓഫ് ദി സെക്കൻഡ് പോർഷൻ ഈസ് 189.7 എന്നിട്ട്. സിമിലർലി ദി ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 80 to 140 ആണ് അല്ലേ. 80 to 140 you can see here. So this is the first ordinate 8.3 അല്ലേ. ബട്ട് ഹിയർ ദ നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഈസ് 4. ഇവിടെ 4 ഓർഡിനേറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അത് ഈവൺ ഓർഡിനേറ്റ് ആണ്. ഈവൺ ഓർഡിനേറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട എന്താണ്, ലാസ്റ്റ് ഓർഡിനേറ്റിനെ മാറ്റി നിർത്തുക എന്നിട്ടുള്ള പോർഷൻ. അപ്പോൾ 8.3 മുതൽ 6.4 വരെയുള്ള പോർഷൻ എടുക്കുക. സോ ഹിയർ ഫസ്റ്റ് 3 ഓർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് ഫസ്റ്റ് 3 ഓർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെക്ഷൻ ഇങ്ങനെയാവും. 8.3 ആവും ആദ്യത്തെ ഓർഡിനേറ്റ്, ലാസ്റ്റ് ഓർഡിനേറ്റ് 6.4 ആണ്. ഓക്കെ, സോ യൂസ് ദി സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യുക. സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഹിയർ 20/3 ഇൻറ്റു 8 ഫസ്റ്റ് ഓർഡിനേറ്റ് 8.3, ലാസ്റ്റ് ഓർഡിനേറ്റ് 6.4 പ്ലസ് 4 ടൈംസ് ഈവൺ ഓർഡിനേറ്റ് എന്ന് പറയാൻ 7.9 മാത്രമേ ഉള്ളൂ. ഓർഡിനേറ്റ് ഒന്നുമില്ല. സോ ഏരിയ വിൽ ബിക്കം 308.6. ആൻഡ് സിമിലർലി ലാസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 6.4ഉം 4.4 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. സോ അതിൽ ഫസ്റ്റ് ഓർഡിനേറ്റ് 6.4, 4.4 ലാസ്റ്റ് ഓർഡിനേറ്റ്. ഓക്കെ, മിഡ് ഓർഡിനേറ്റ് ഇല്ല. സോ യു ക്യാൻ ഫൈൻഡ് ദി ഏരിയ 6.4 ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് ബൈ 2 ഇൻറ്റു ഡി. സോ യു വിൽ ഗെറ്റ് ദി ഏരിയ. സോ ഹിയർ ദി ഏരിയ ഓഫ് ദി ലാസ്റ്റ് സെക്ഷൻ A3 ഈസ് ഈക്വൽ ടു 2 പോർഷൻ കൂടെ ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ലാസ്റ്റ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 416.6 എന്ന് വരും. So the last total final area is equal to first area plus second area plus third area എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ you will get value 1213.3 എന്ന് കിട്ടും. So this is the final total area. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ മെത്തേഡും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഇൻ ദിസ് ലെക്ചർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ ടു കാൽക്കുലേറ്റ് ദി ഏരിയ. ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിവൈഡ് ദി എൻറ്റയർ ഏരിയ ഇൻ ടു ട്രയാങ്കിൾസ്. അതാണ് ആദ്യത്തെ മെത്തേഡ്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഓഫ്സെറ്റ് അല്ലേ. ആൻഡ് ഓഫ്സെറ്റിനകത്ത് വി ഹാവ് 4 മെത്തേഡ്. ഫസ്റ്റ് വൺ മിഡ് ഓർഡിനേറ്റ് റൂൾ ആണ്, സെക്കൻഡ് വൺ അവറേജ് ഓർഡിനേറ്റ് റൂൾ, തേർഡ് ട്രപ്പിസോഡൽ റൂൾ ആണ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് സിംപ്സൺസ് റൂൾ. അപ്പോൾ ഇങ്ങനെ ഓരോ മെത്തേഡും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതിലെ കണ്ടീഷൻസ് എന്താണ് എന്നും അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ കണ്ടു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. So thank you.